നിങ്ങൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകൾ എവിടെ? ആ 100 വീടുകളുടെ കണക്കെവിടെ? എന്താണ് അതിനെപ്പറ്റിയുള്ള അപ്ഡേഷൻ? അതുകൂടി ഒന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെയ്യണം. കാരണം അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം. എന്താണ് അതിന്റെ കാര്യത്തിലുള്ള തീരുമാനം, നടത്തിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് അതിനെപ്പറ്റിയുള്ള വിഷൻ എന്നറിയണം. എന്ത് പ്രവർത്തനമാണ് ടി സിദ്ദിഖ് എന്ന് പറയുന്നൊരു മനുഷ്യൻ നാളിതുവരെ വയനാട്ടിൽ ചെയ്തതെന്നുള്ളതും ഇത് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ഇന്നൊരു വീഡിയോ കാണാൻ ഇടയുണ്ട്. പക്ഷേ ആ വീഡിയോ ഞാനത് അധികം സേവ് ചെയ്ത് വെച്ചില്ല. നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ സേവ് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിൽ കുറച്ച് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ എന്നൊരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിൽ അവർ ചോദിക്കുന്നുണ്ട്, ടി സിദ്ദിഖ് വിജയിക്കാനായിട്ട് എന്താണ് നിങ്ങൾ മുന്നിൽ കാണുന്ന കാരണം? അല്ലെ വയനാടിന് വേണ്ടി എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആർക്കൊന്നും പറയാനില്ല. അവരെല്ലാം ചിരിച്ച് തള്ളി അങ്ങ് പോവുകയാണ്. പ്രത്യേകിച്ച് അവർക്കൊന്നും അറിയില്ല എന്താ ചെയ്തതെന്നുള്ളത്. ആ വയനാട്ടിലെ ജനങ്ങളോട് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ലായിരിക്കാം. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കമന്റുകളിലെല്ലാം വന്ന് നിറയുന്ന ഒരു കാര്യം, ആ ഒരു പേര് തന്നെയാണ് ടി സിദ്ദിഖ്. ജാതിയും മതവും ഒക്കെ തന്നെയാണ് അവിടെയുള്ള ആളുകളുടെ